നമസ്കാരം. നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഭാവി ശോഭനകരമാക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും നമ്മൾ സാധാരണ ചെയ്യുക പതിവ് പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോകൾ കാണുകയും എല്ലാമാണ്. ഈ പാത പിന്തുടരുന്നവർ ഐ ക്യാൻ അഥവാ എനിക്ക് കഴിയും എന്ന വിശ്വാസം വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ് എന്ന് അംഗീകരിക്കുന്ന അതേ വേളയിൽ നമുക്ക് മറ്റു ചില നിഗൂഢ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ദ പവർ ഓഫ് സറണ്ടർ, കീഴടങ്ങലിൻ്റെ ശക്തി, അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സറണ്ടർ, കീഴടങ്ങുക എന്നത് നമ്മൾ പലരും ഒരു മോശമായ സംഗതിയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ആത്മീയ തലത്തിൽ ശോഭിക്കുന്ന ഒരു മനോഹരമായ ആശയമാണ് സറണ്ടർ. സറണ്ടർ എന്ന വാക്കിന് കീഴടങ്ങുക എന്ന് ആളുകൾ പരക്കെ പറയാറുണ്ടെങ്കിലും നമ്മളത് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പരിത്യജിക്കുക, അല്ലെങ്കിൽ അവകാശം വിട്ടുകൊടുക്കുക, വഴിമാറിക്കൊടുക്കുക, മനസ്സിൻ്റെ അലട്ടലുകളിൽ നിന്നും വിരമിക്കുക, സമർപ്പണഭാവത്തോടെ ശരണം ഗമിക്കുക എന്നെല്ലാമാണ് അതുകൊണ്ട് ആഴത്തിൽ അർത്ഥമാകുന്നത്. ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, പല വഴികൾ ശ്രമിച്ചിട്ടും ഒന്നും വിചാരിച്ച രീതിയിൽ നടക്കാതെ പോകുമ്പോൾ നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ ആശ്ലേഷിക്കാൻ കഴിയുന്ന ഹയ്യസ്റ്റ് ടെക്നിക് ആണ് സറണ്ടർ. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും, തീരാത്ത ദാമ്പത്യ വിഷയങ്ങളിൽ പെട്ട് പോകുമ്പോഴും, നമ്മുടെ കുട്ടികളുടെ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി വരുമ്പോഴും, സാമ്പത്തികവും ജോലി സംബന്ധവുമായ കാര്യങ്ങളുമായി മല്ലിടുമ്പോഴും നമ്മൾ സറണ്ടർ അഥവാ കീഴടങ്ങുക എന്നതിൻ്റെ പ്രസക്തി ഓർക്കണം. ശരിക്കും എന്താണ് സറണ്ടർ? കർമ്മഫലങ്ങളിലുള്ള നമ്മുടെ ആസക്തി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ജീവിതയാത്രയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സറണ്ടർ സംഭവിക്കുന്നു. ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. സറണ്ടർ, വ്യത്യസ്തമായ എന്തെങ്കിലും ശ്രമിക്കുക, കീഴടങ്ങുക എന്നാണ് റൂമി പറഞ്ഞത്. സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിലേക്ക് ഒഴുകാൻ ഒരുങ്ങുകയാണ്. ഒരു പ്രതിരോധവും കൂടാതെ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ ബാബുലാൽ എന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു. വർഷങ്ങളായി താൻ പരിപാലിച്ചു പോന്ന മനോഹരമായ ഒരു ആപ്പിൾ തോട്ടം ബാബുലാലിന് ഉണ്ടായിരുന്നു. ബാബുലാൽ തൻ്റെ തോട്ടത്തെ അതിയായി സ്നേഹിക്കുകയും ആ നാട്ടിൽ ഏറ്റവും മധുരമുള്ളതുമായ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അശ്രാന്തമായി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം കടന്നുപോയി. ഒരു വർഷം അപ്രതീക്ഷിതമായ വരൾച്ച ആ ഗ്രാമത്തെ ബാധിച്ചു. പതിവ് പോലെ മഴ പെയ്തില്ല. ബാബുലാലിൻ്റെ തോട്ടം ഉണങ്ങിത്തുടങ്ങി. ആപ്പിൾ മരങ്ങളിലെ ഇലകൾ ഉണങ്ങി, ശാഖകൾ ചുരുങ്ങിത്തുടങ്ങി. ബാബുലാൽ തകർന്നു. കിലോമീറ്ററോളം നടന്നുപോയി വെള്ളം കൊണ്ടുവരികയും ആപ്പിൾ തോട്ടത്തിലെ മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും മഴയ്ക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും എന്നുവേണ്ട തൻ്റെ തോട്ടം സംരക്ഷിക്കാൻ ബാബുലാൽ ആവുന്നതെല്ലാം ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഒരു സായാഹ്നത്തിൽ നിരാശനായി ക്ഷീണിതനായി ബാബുലാൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു വൃദ്ധസന്യാസി ആ വഴി കടന്നുപോയി. തൻ്റെ ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും ജ്ഞാനത്തിനും ആ സന്യാസി പ്രശസ്തനായിരുന്നു. വിഷമിച്ചിരിക്കുന്ന ബാബുലാലിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. തൻ്റെ ദുരവസ്ഥയും താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന കാര്യങ്ങളും ബാബുലാൽ വിശദീകരിച്ചു. വൃദ്ധസന്യാസി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പതുക്കെ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രിയ ബാബുലാൽ, ഈ ആപ്പിൾ മരങ്ങളോടുള്ള നിങ്ങളുടെ അഗാധമായ സ്നേഹം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കാൾ ഉയർന്ന ശക്തിക്ക് കീഴടങ്ങണം. ബാബുലാൽ ആശയക്കുഴപ്പത്തിലായി. കീഴടങ്ങുകയോ? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വൃദ്ധസന്യാസി പറഞ്ഞു, എനിക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയണം എന്ന പിടിവാശി നിങ്ങൾ ഉപേക്ഷിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്ന ചിന്തയെ വിട്ടുകൊടുക്കണം. സന്യാസി പറഞ്ഞു, നമ്മുടെ ധാരണയ്ക്കും ശേഷിക്കും അതീതമായ ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ, പരിപാലിക്കുന്നത് പോലെ തന്നെ
ഈ പ്രകൃതിക്കും അതിനെ സ്നേഹിക്കാനും പരിപാലിക്കാനും ഉള്ള തോന്നലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. പൂർണ്ണ അർപ്പണബോധത്തോടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാബുലാലിനെ ചിന്തയിൽ ആഴ്ത്തി സന്യാസി നടന്നു നീങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ സന്യാസിയുടെ ഉപദേശമനുസരിക്കാൻ ബാബുലാൽ തീരുമാനിച്ചു. അദ്ദേഹം തോട്ടത്തെക്കുറിച്ചുള്ള ആകുലത അവസാനിപ്പിച്ചു. പകരം തൻ്റെ ആപ്പിൾ തോട്ടം മല്ലിടുന്ന അവസ്ഥയിലും അതിൻ്റെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുവാൻ തുടങ്ങി. ഒരു വൈകുന്നേരം തൻ്റെ തോട്ടത്തിൽ സൂര്യാസ്തമയം നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ രൂപപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങി. അത് ആഴ്ചകളോളം തുടർന്നു. പതിയെ പതിയെ തൻ്റെ ആപ്പിൾ തോട്ടം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇലകൾ പച്ചപിടിച്ചു. ആപ്പിളുകൾ വലുതാകാൻ തുടങ്ങി. മുമ്പത്തേക്കാൾ നിറങ്ങളുള്ളതും മധുരമേറിയതുമായി. സറണ്ടർ അഥവാ കീഴടങ്ങലിൻ്റെ ശക്തി ബാബുലാൽ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ തൻ്റെ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത ഉപേക്ഷിച്ചപ്പോഴാണ് പ്രകൃതി ഇടപെട്ട് തൻ്റെ തോട്ടത്തെ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും എത്തിച്ചത്. അന്നു മുതൽ ബാബുലാൽ തൻ്റെ തോട്ടത്തെ സ്നേഹത്തോടും കരുതലോടും കൂടി പരിപാലിച്ചു. എന്നാൽ ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിൻ്റെ വലിയ ശക്തികൾക്ക് സറണ്ടർ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ടുള്ള യാത്ര തുടങ്ങി. ബാബുലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആപ്പിൾ തോട്ടത്തിൻ്റെയും കഥ നമ്മെ പഠിപ്പിക്കുന്നത് സറണ്ടർ അഥവാ കീഴടങ്ങൽ എന്നത് ഉപേക്ഷിക്കലല്ല, മറിച്ച് നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്ത ശേഷം ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്നാണ്. സറണ്ടർ നടക്കണമെങ്കിൽ പുറമേ പ്രവർത്തിക്കുകയും അകമേ പ്രവർത്തനരഹിതമാവുകയും ചെയ്യണം. സറണ്ടർ ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഗ്രേസ്, വെർ ആർ ആക്ഷൻസ് മീറ്റ് ദ മാജിക് ഓഫ് ദി യൂണിവേഴ്സ്. പ്രയത്നത്തിനും ദൈവകൃപയ്ക്കും ഇടയിലുള്ള പാലമാണ് സറണ്ടർ. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മാന്ത്രികതയെ കണ്ടുമുട്ടുന്നു. യഥാർത്ഥ സറണ്ടർ ബലഹീനതയുടെ ലക്ഷണമല്ല, പകരം നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയിലുള്ള വിശ്വാസമാണ്. ഗിവ് അപ്പ് ഓൾ എഫേർട്സ് ആൻഡ് സറണ്ടർ. എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച് കീഴടങ്ങുക എന്ന് രമണ മഹർഷി ആഹ്വാനം ചെയ്തത് വെറുതെയല്ല. സറണ്ടർ എന്ന ആശയം വ്യക്തമാകണമെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കിക്കാണാൻ കഴിയണം. കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്ത് ഉള്ളിലുള്ള ഞാൻ എന്ന അല്പമാത്ര ബോധത്തെ ഇല്ലായ്മ ചെയ്ത് ജീവിതയാത്രയിൽ പൂർണ്ണമായും പങ്കുചേരുമ്പോൾ നമ്മളിൽ അറിയാതെ സറണ്ടർ സംഭവിക്കുന്നു. അല്പനേരം ഈ വിഷയം ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ദയവായി കണ്ണുകൾ അടച്ചു വയ്ക്കുക. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. താങ്കളുടെ കർമ്മമണ്ഡലത്തിൽ ഫലങ്ങളോടുള്ള അമിതമായ ആസക്തി, ആഗ്രഹം ഏത് വിഷയത്തിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കുക. പല വഴികൾ ശ്രമിച്ചിട്ടും ഏറെ ദൂരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോയ ചില വിഷയങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. റൂമി പറഞ്ഞ് ട്രൈ സംതിങ് ഡിഫറെന്റ്. സറണ്ടർ. വ്യത്യസ്തമായ എന്തെങ്കിലും ശ്രമിക്കുക. കീഴടങ്ങുക എന്ന വാക്കുകൾ ഓർക്കുക. പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിലേക്ക് ഒഴുകാനുള്ള സമയം. പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു ശക്തി നമുക്ക് ചുറ്റും
ഉണ്ട് എന്ന തിരിച്ചറിവ്. ബാബുലാലിൻ്റെ ആപ്പിൾ തോട്ടത്തിലെ കഥയിൽ അദ്ദേഹം പൂർണ്ണമായും കീഴടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്. താങ്കൾ അനുഭവിക്കുന്ന വിഷമം എത്ര വലുതായാലും ശരി, സമർപ്പണഭാവത്തോടെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്ന പിടിവാശി പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക. നിങ്ങൾ നേരിടുന്ന വിഷയത്തിൽ പ്രകൃതിക്കും ചിലതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രകൃതിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ബാബുലാൽ പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോൾ ആഴ്ചകളോളം മഴ പെയ്തതുപോലെ താങ്കൾ താങ്കളുടെ ഉള്ളിലുള്ള ശക്തിയിൽ ശരണം പ്രാപിക്കുമ്പോൾ എല്ലാം തെളിഞ്ഞു വരും എന്ന ഉറച്ച വിശ്വാസം ഇപ്പോൾ ഉള്ളിൽ ജനിക്കുന്നു. എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച് കീഴടങ്ങുക എന്ന് രമണ മഹർഷി പറഞ്ഞത് തൻ്റെ ഉള്ളിലുള്ള അല്പമാത്ര ബോധത്തോടാണ്. കീഴടങ്ങിക്കൊടുക്കേണ്ടത് തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ചൈതന്യത്തിനാണ്, ഈശ്വരകൃപയ്ക്കാണ്, ബ്രഹ്മത്തിനാണ്, സർവവ്യാപിയായ ജ്ഞാനോദയത്തിനാണ്, സന്തോഷത്തിനാണ്, സമാധാനത്തിനാണ്. കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ പരിമിതനായ ഞാൻ അടിയറവ് പറയുമ്പോൾ സറണ്ടർ അഥവാ ശരണം ഗമിക്കൽ പൂർണ്ണമായും നടക്കുന്നു. പതുക്കെ കണ്ണുകൾ തുറക്കുക. വെൽക്കം ബാക്ക്. ഈ ചെറിയ മെഡിറ്റേഷനിലൂടെ സറണ്ടർ എക്സസൈസ് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. മനസ്സിൽ നിന്നും എന്തോ ഒഴിഞ്ഞതുപോലെ തോന്നുന്നില്ലേ? അതാണ് ദ പവർ ഓഫ് സറണ്ടർ. താങ്കൾക്ക് ജീവിതത്തിൽ എല്ലാ നന്മകളും നേരുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. നന്ദി, നമസ്കാരം.